ജനങ്ങളെ പരിഗണിക്കാത്തതിന്റെ ഫലമാണ് ഇടതുപക്ഷത്തിന്റെ തോൽവിയെന്നും ജനങ്ങളാണ് യജമാനന്മാർ എന്ന ധാരണ ഇനിയെങ്കിലും ഉണ്ടാവണമെന്നും മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ. ദേശീയ തലത്തിൽ തന്നെ പല മേഖലകളിലും കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന അവസ്ഥ കൈവരിക്കാൻ നമുക്കായി. അങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും ജനങ്ങൾക്ക് എവിടെയോ ചില അസംതൃപ്തി ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ UDFൻ്റെ പിന്തുണ കൊണ്ടുണ്ടായ ഒരു വിജയമല്ലത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ജനവിഭാഗത്തിലെ ഒരു വിഭാഗത്തിൻ്റെ അസംതൃപ്തി കൂടി ഇതിനൊരു കാരണമാണ്. അതാണ് പാർട്ടികൾ പരിശോധിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പാർട്ടികളുടെയോ പ്രവർത്തന രീതികളിൽ, സമീപനങ്ങളിൽ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. തങ്ങളാണ് യജമാനന്മാർ എന്ന് വിചാരിച്ചിടത്തെല്ലാം LDFന് തോൽവിയുണ്ടായിട്ടുണ്ടെന്ന് KE ഇസ്മായിൽ പറഞ്ഞു. പാർട്ടി ഗ്രാമങ്ങളിലടക്കം LDFന് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടി CPMഉം CPIയും പരിശോധിക്കണം. ഭരണത്തിൽ ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കേണ്ടി വന്നിട്ടുണ്ടോ, അത്തരം പരിശോധനകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയണമെങ്കിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന ധാരണ ഉണ്ടാവണം. എവിടെ യജമാനന്മാരല്ല തങ്ങളാണ് യജമാനന്മാർ എന്ന് തോന്നലുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഈ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അവർക്കൊക്കെ ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളാണ് യജമാനന്മാർ. UDFനുണ്ടായിട്ടുള്ള വിജയം ഭരണവിരുദ്ധ വികാരമല്ല. പാർട്ടി നന്നാവാൻ വേണ്ടി ജനങ്ങളും അണികളും തന്ന ഷോക്ക് ട്രീറ്റ്മെന്റാണ്. നന്നാവാൻ ശ്രമിച്ചാൽ LDFന് അടുത്ത തെരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരാൻ കഴിയുമെന്നും KE ഇസ്മായിൽ പറഞ്ഞു. ജനങ്ങളൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയതാണ്. ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. ഇവരൊന്ന് നന്നാവണം, ഒന്ന് ഗവൺമെൻറ് താഴെ ഇറങ്ങട്ടെ, പുറത്ത് നിന്നാലേ ചില കാര്യങ്ങൾ ഇവർ പഠിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന അണികളിൽ പെടുന്ന സാധാരണ ജനങ്ങൾ നൽകിയ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പാഠങ്ങൾ പഠിക്കുക, തിരുത്തേണ്ടത് തിരുത്തുക, തെറ്റുകളാണ് മനസ്സിലാക്കിയ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുക. അങ്ങനെ നന്നാകാൻ ശ്രമിച്ചാൽ സംശുദ്ധമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM CPI ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനും അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ എത്രയോ ശക്തിയോടുകൂടി തിരിച്ചു വരാനും ഈ പ്രസ്ഥാനത്തിന് കഴിയും. ഇവരൊന്നും പാർട്ടി വിട്ടുപോയിട്ടില്ല. മുന്നണിക്കെതിരായിട്ട ജനങ്ങളുമല്ല. എപ്പോഴും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ തന്നെയാണ് ഈ കൈക്രിയ ചെയ്തിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രധാനമായ കാര്യം. UTV ന്യൂസ്, പാലക്കാട്.